അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പലർക്കും ഈ വോട്ടിങ്ങിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു സംശയമാണ്. വോട്ടിങ്ങിന്റെ സമയത്ത് നമ്മുടെ വിരലിൽ പുരട്ടുന്ന മഷി, ആ മഷിയോട് കൂടി വുളു ചെയ്താൽ ആ വുളു ശരിയാകുമോ, ആ വുളുവിന്റെ സിഹത്തിനെ ബാധിക്കുമോ എന്ന് പലരും സംശയം ചോദിക്കാറുണ്ട്, ഇഷ്കാൽ ചോദിക്കാറുണ്ട്. അതിന്റെ ഒരു നിവാരണം എന്ന രൂപത്തിലാണ് ഈ വീഡിയോ വന്നത്. ഒന്നുമില്ല, പലരും കാണാറുണ്ട് കഷ്ടപ്പെട്ട് ഈ അടയാളത്തെ, ഈ കറയെ പല രൂപത്തിലും കഷ്ടപ്പെട്ട് മായ്ച്ചടയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ നിജസ്ഥിതി, ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇതിന്റെ മസാല എന്ന് പറഞ്ഞാൽ ആരും കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ മഷി കളയേണ്ട ആവശ്യമില്ല. ഇതൊരു ഷർട്ടിൽപ്പെട്ട ഒരു കാര്യമാണ്. ശരീരത്തിലേക്ക് വെള്ളം എത്തുന്നതിനെ തടസ്സമാകുന്ന ഒരു ഹായില് മറ ഇല്ലാതിരിക്കാന്നുള്ളത്. അപ്പോ ഈ മഷി ആ മറ ആകുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മറ പ്രശ്നമല്ല. ഇത് വെള്ളം ശരീരത്തിലേക്ക് എത്തുന്നതിന് ഒരു തടസ്സമല്ല. കാരണം ഇത് വിരലിൽ ഒരുപാട് കാലത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് സമയത്തേക്ക് ഈ മഷി നിലനിൽക്കാൻ വേണ്ടിയിട്ട് പല കെമിക്കലുകളും ഈ മഷിയിൽ ഉപയോഗിക്കുന്നുണ്ട്. സിൽവർ നൈട്രേറ്റ് പോലത്തെ കെമിക്കലുകളും ഈ മഷിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഈ മഷി നമ്മുടെ ശരീരത്തിൽ പുരട്ടുമ്പോൾ യഥാസ്ഥിതിയിൽ നമ്മുടെ സ്കിന്നിന്റെ സെക്കൻഡ് ലെയറിലേക്കാണ് ഈ മഷി എത്തുകയാണ്. അപ്പൊ ഇവിടെ ഒരു കറയായിട്ട് മാത്രം അത് അവശേഷിക്കുകയാണ്. അപ്പൊ ഈ വസ്തുവല്ല ഇവിടെ ഉള്ളത്, മറിച്ച് അവിടെ അതിന്റെ കറയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്, നമ്മുടെ വിരലിലുള്ളത്. അപ്പോ ഏതുപോലെ മൈലാഞ്ചി നമ്മൾ ഉപയോഗിക്കുമ്പോൾ മൈലാഞ്ചി അത് ഒരു സമയത്തിന് ശേഷം ആ മൈലാഞ്ചി ആ വസ്തു എടുത്തു മാറ്റാണ്. പക്ഷെ അതിന്റെ കറ നമ്മുടെ വിരൽ അവശേഷിക്കുകയാണ്. അത് വുളുവിന്റെ സിഹത്തിനെ ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ ആരും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഈ കറയെ കളയാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ അത് മൈലാഞ്ചി പോലെ തന്നെ, അത് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ മഷിയും വുളുവിന്റെ സിഹത്തിനെ ബാധിക്കൂല. പക്ഷെ പലരും പെയിന്റ് പോലത്തെ പല കാര്യങ്ങൾ എന്താക്കുന്നുണ്ട്, വിരലിലും മറ്റോ പുരട്ടാറുണ്ട്. വെള്ളം ഇത് എത്തിച്ചേരാൻ പ്രയാസമാണ്. ആ സമയത്ത് വുളു ശരിയാകുന്നില്ല. വുളു ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ലല്ലോ. അപ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിഹത്തിനെ ബാധിക്കൂല എന്ന് ഉറപ്പെടുത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്കോ പലർക്കും ഈ സംശയം ഉണ്ടാവും. ഈ സംശയമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് അറിയട്ടെ ഇൻഷാ അല്ലാഹ്. അതുപോലെ നിങ്ങൾക്ക് പല സംശയങ്ങളും മസാലപരമായിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കമന്റിലോ അല്ലെങ്കിൽ എന്റെ PM ഒന്ന് അറിയിക്കാം. എനിക്കറിയുന്ന രൂപത്തിൽ അല്ലെങ്കിൽ എന്റെ ഉസ്താദുമാരോട് ചോദിച്ചാൽ അല്ലെങ്കിൽ എനിക്കറിയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.